Hello my dear friends, welcome to Happybeadstv. സുഖമല്ലേ എല്ലാവർക്കും? നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റെമഡിയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തോന്നാ, നമ്മുടെ കണ്ണ് താഴെയുള്ള കറുപ്പ്, അതുപോലെ തന്നെ കഴുത്തിലെ കറുപ്പ്, നമ്മുടെ കയ്യിലെ കാലിലൊക്കെ ടാന്, കുത്തപ്പാട് വര എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിൽ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കറുപ്പ് കളർ പാടുകളൊക്കെ വരും. അപ്പോൾ ഈസി ആയിട്ട് ഒരു 1 വീക്കിനുള്ളിൽ നല്ല അത്ഭുതകരമായ റിസൾട്ട് നൽകാൻ സഹായിക്കുന്ന റെമഡി പറയും. ഞാൻ ഈ പറയുന്ന രീതി തന്നെ ഉപയോഗിക്കണം കേട്ടോ, അല്ലാണ്ട് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കൂട്ടി അങ്ങനെ ഉപയോഗിക്കരുത്. കറക്റ്റായിട്ട് രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ പറയുന്ന റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഒരു സാധനം ഇല്ലെന്ന് വിചാരിച്ചിട്ട് ആ സാധനം ഇല്ലേച്ച് ഞാൻ മറ്റേ കലക്കി തേച്ചു, പക്ഷെ എനിക്ക് അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അടി തരും. അങ്ങനെ ചെയ്യരുത്. ഞാൻ എന്താണ് പറയുന്നത്, ആ ഒരു ക്വാണ്ടിറ്റിയിൽ ആ ഒരു കറക്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റിസൾട്ട് 100% കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, എന്നിട്ട് തിരിച്ചു തരാം. നമുക്ക് ആദ്യമായിട്ട് അതിന് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ തന്നെയാണോ എന്ന് നോക്കിയെടുക്കുക, ഒറിജിനൽ തന്നെ യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് വേണം ഹണി, അതും ശുദ്ധമായി എടുക്കുക. ഞാനൊരു ഡാബറിൻ്റെ ഹണി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്, അതല്ലെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സിലൂടെ ചേർക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നല്ലോണം ചൂടായ പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ബ്രൗൺ കളറായിട്ട് വരും. നമ്മൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കോഫി പൗഡർ പോലെയൊക്കെ തോന്നും. ആ പരുവത്തിൽ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാല് ചേർക്കുക. പാല് നമുക്ക് സാധാ മിൽക്ക് അല്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ ഹണി ചേർക്കുക. നെക്സ്റ്റ് നമുക്കിതിലേക്ക് അലോവേര ജെല്ല് ചേർക്കാം, ഒരു വലിയ സ്പൂൺ അലോവേര ജെല്ല്. പിന്നെ നമുക്ക് ചേർക്കാവുന്നത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്, ഓപ്ഷണലാണ്, വേണ്ടവർക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ എഫക്റ്റാണ്. ഇത് ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ അടുപ്പിച്ച് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലിരിക്കും. കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. തീരെ വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ മുഖത്തൂടൊക്കെ നന്നായിട്ട് ഒലിച്ചിറങ്ങും. അപ്പോൾ ഈ ഒരു രൂപത്തിലെടുക്കുക. അപ്പോൾ നമ്മളുടെ പാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെ പാടുകളൊക്കെ ഉള്ള ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ഡേയ്സോളം റിപ്പീറ്റ് ചെയ്ത് തന്നെ വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 അല്ലെങ്കിൽ ഒരു 3 ഡേയ്സ് ഗ്യാപ്പ് വെച്ച് കൂടുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. മാത്രമല്ല നമ്മൾ എടുക്കുമ്പോൾ കസ്തൂരി മഞ്ഞളാണ് എടുക്കേണ്ടത്, സാധാ മഞ്ഞളല്ല. അപ്പോൾ കസ്തൂരി മഞ്ഞൾ തന്നെ വാങ്ങിക്കാൻ നോക്കുക. കസ്തൂരി മഞ്ഞൾ വേറൊരു ഡിഫറെൻ്റ് ആയിട്ട് കളറാണ്, യെല്ലോ കളറല്ല. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല കസ്തൂരി മഞ്ഞൾ തന്നെ നോക്കി വാങ്ങിച്ചാൽ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈമുട്ടിലൊക്കെ കറുപ്പൊക്കെ കാലിലെ കറുപ്പ്, അതൊക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. എവിടെയൊക്കെയാണോ കറുപ്പ് ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇടുക. ഫേസാണ് നമുക്ക് നന്നായിട്ട് നിറം വെക്കേണ്ടതെങ്കിൽ, പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫേസിലും കഴുത്തിലും ചെവിയിലും ഒക്കെ യൂസ് ചെയ്യാം. കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾ അലർജി ഉള്ളവരിത് സ്കിപ്പ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ജസ്റ്റ് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും വാഷ് ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആവത്തില്ല കേട്ടോ, കാരണം ഹണിയും അലോവേരയും ഉള്ളതുകൊണ്ട് കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ തീരെ ഡ്രൈ ആവത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ 20-25 മിനിറ്റ് മാക്സിമം മതിയാവും. അതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. പ്ലെയിൻ വാട്ടർ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സ്കിന്നിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നല്ലോണം നമ്മുടെ സ്കിന്ന് ഫസ്റ്റ് യൂസിൽ തന്നെ തെളിയും. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് തന്നെ കുറച്ച് ദിവസം നന്നായിട്ട് ഉപയോഗിക്കുക പാടുള്ള ആൾക്കാർ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അവർക്ക് ഇഷ്ടമായി വിചാരിക്കണോ? എന്തായാലും ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.